നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലഡുവും കിട്ടി ഞങ്ങൾക്ക്. എല്ലാം നമ്മുടെ സ്വന്തം ഇവര് കാസർഗോഡ് മുതൽക്ക് ഉണ്ട്. താങ്ക് യു. കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെ ആളുകൾ ഉണ്ടായിരുന്നാണ്. അപ്പോൾ ആളുകൾ ക്യാൻസർ വന്നിട്ട് ആശിമേ 30 ലക്ഷം രൂപ എൻ്റെ വാപ്പയാണ്. ഇതെൻ്റെ ഉപ്പയാക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയതാണ്. അയ്യോ ഒരു കുഴപ്പമില്ല. ഓർഡർ കിട്ടുള്ളൂ. നമ്പറിന് ഇവര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരിക്കുന്നു. ചെർപ്പളശ്ശേരിയാണ്. പാലക്കാട് ഒരു 3 മാസത്തോളമായിപ്പോ ക്യാൻസർ പോട്ടെ. ഒരു ഉപ്പാക്ക് ക്യാൻസറായിട്ട് നമ്മുടെ കണ്ണീര് വന്നതല്ല. നമ്മുടെ ആ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇറങ്ങി. കണ്ണൂർ മാർക്കറ്റിലാണ്, ചന്തയിൽ കേട്ടോ. എല്ലാവരും ഉണ്ട്. നമ്മൾ കണ്ടോ നല്ല തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, നമ്മളെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. അതൊരു മാറ്റമില്ല. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ആൾക്കാർ കൊള്ളാം. കാരണം നമ്മളൊരു 5 ബക്കറ്റ് എടുത്തു അല്ലേ? 5 ബക്കറ്റ് എടുത്തു. അപ്പോൾ 5 ബക്കറ്റും കൊള്ളാം. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാൻ, ഷാക്കിർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടാതെ ചേച്ചി, ചേട്ടൻ, അവരെല്ലാവരും ഇതുപോലെ ബക്കറ്റ് എടുത്തത്. എല്ലാവരും ബക്കറ്റ് എടുത്തിട്ട് ഭയങ്കര ഇതാണ്. എല്ലാവരും എല്ലാ കടയിൽ കൂടി. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നടപ്പാതെ കൂടുതലായതുകൊണ്ട് അതുകൂടുള്ള ആളുകളും നന്നായിട്ട് നമുക്ക് പൈസ ഇട്ട് തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പൈസ 10 രൂപയെങ്കിൽ 10 രൂപ ഇട്ട് തരുന്നത് ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും സന്തോഷം ഗൈസ്. ഓക്കെ, ക്ഷീണിച്ചേട്ടാ? നമുക്ക് ക്ഷീണമൊന്നും പ്രശ്നമല്ല. അല്ല, മുന്നോട്ട് പോകാം അല്ലേ? പലർക്കും പറ്റില്ല. ഏട്ടന് ഭയങ്കര ആക്റ്റീവാണ്. എന്തായാലും ഒരു മടിയും കൂടാതെ എല്ലാ കടയിൽ കൂടെയും കയറിയിട്ട് ഏട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്തായാലും ചേച്ചിയും ബാക്കും. ചേച്ചി ക്ഷീണിച്ചോ? എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഗൈസ്. സമയം 6 മണിയായി. നമ്മൾ രാവിലെ 10-11 മണിക്ക് തുടങ്ങിയ പിരിവാണ്. വൈകുന്നേരത്ത് 6 മണിയായപ്പോഴേക്കും നമ്മൾ നിർത്തിയല്ലേട്ടാ? അതെ, എന്തായാലും നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു. അതെ, കണ്ണൂര് വേറെ ലെവലായി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണം. നമ്മൾ ഇതെന്ന് പൈസ എടുത്തിട്ടല്ല കേട്ടോ, ഞങ്ങൾ ഞങ്ങളെ സ്വന്തം പൈസ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്നൊരു വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക. ഷൂണിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചില്ല. ഉള്ളത്
ചില ആൾക്കാർ കടയിൽ കയറിയാലേ ഞാൻ ക്യാൻസർ പേഷ്യന്റിനാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇറങ്ങി പോകുന്നു. എന്താ മൈൻഡ്? അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ണൂർ ഇന്നലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പിലെ ഭയങ്കര നമ്മൾക്ക് സപ്പോർട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വീടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ മറ്റോരോ ജില്ല കടന്ന് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടാണ് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ബാസി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാസി ഹോസ്പിറ്റലിൽ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് തന്നെയാണ്. ബാസിയുടെ അനിയനെ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ ഇന്നലെ രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്കിന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇക്ര ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ നമ്മളൊരു ചെറിയ റൂം എടുത്തു. നമ്മൾ അവിടെ നിന്ന് സ്റ്റേ. അപ്പോൾ അതാ നമ്മളൊരു റൂമിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ എടുത്താന്ന് പറഞ്ഞപ്പോൾ ബാസി ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു വന്നാൽ തൊട്ടിപ്പത്താണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് നടന്നു വന്നാണ്. അപ്പോൾ എന്തായാലും ഇതാ ഇപ്പോൾ സമയം എന്തായാലും 11 മണിയായി. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇനിയിപ്പോൾ പറയില്ല, രാവിലെ നമ്മൾ എന്തായാലും കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എന്തായാലും ഇറങ്ങുകയാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ മലപ്പുറത്തായിരിക്കും നാളെ. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് വരുന്നത്, നാളെ എവിടെയാണ്, അവ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. വരാൻ പറ്റാത്തവർക്ക് നമ്മൾ QR ഒക്കെ നമ്മൾ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലെന്തായാലും ഇതിന് മുന്നേ പറഞ്ഞതാണ്, യൂട്യൂബിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, QR കോഡ് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മളെന്തായാലും ബസ് നമ്മളത് ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ. ഓക്കെ, അതെ, ബാസിക്ക് വാക്ക് കൊടുത്ത് ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ പിന്നെ ഓർക്കേണ്ട കാര്യം എന്നറിയോ, ഇതിനപ്പുറത്തേക്ക് വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും കിട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടെങ്കിൽ പറ്റാത്തൊരു പൈസ അയക്കാൻ പറ്റാത്തൊരു വീഡിയോ ഷെയർ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് 10 രൂപ QR-ലേക്ക് ഇടാം. ആവശ്യമില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ അക്കൗണ്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങണതെന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ഷാക്കിൽ പറയുമ്പോൾ തന്നെ വേറൊരു വഴിയില്ല, അതാണ്. അപ്പൊ എന്തായാലും ഓക്കെ, ഞങ്ങൾ എന്തായാലും നമുക്ക് ഇതുവരെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് പുറത്ത് ചായ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡായിരിക്കുന്നു ഉച്ചയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്ത് ബീച്ച് അല്ലേ, അതൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ നാളെ മലപ്പുറത്തായിരിക്കും. ഓക്കെ, മലപ്പുറം, കോട്ടക്കല്, പുത്തനത്താണി, വളാഞ്ചേരി അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മറ്റന്നാൾ തൃശ്ശൂർ ഉണ്ടായിരിക്കും. ശക്തൻ സ്റ്റാൻഡും വടക്കേ സ്റ്റാൻഡും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും സ്റ്റോറി നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ.